കിട്ടി കിട്ടി. കുറച്ച് ലേറ്റ് ആയാലും തോറ്റുപോയതിന്റെ കാരണങ്ങൾ രായവണ്ണന് പിടികിട്ടി. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. ഷേ, അത് കറക്റ്റ് അല്ലായിരുന്നോ? കറക്റ്റ് ആയിരുന്നു. പോളിംഗ് ബൂത്തിൽ ചെന്ന് ആളുകൾ ചിഹ്നത്തിൽ നോക്കിയപ്പോഴേ ആകെ പരതിയത് ഒരേ ഒരു കാര്യമാണ്, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന്. നിങ്ങൾക്കല്ലാതെ വേറെ ആർക്ക് വേണമെങ്കിലും കുത്തിക്കൊടുക്കാൻ വോട്ടർമാർ തയ്യാറായിരുന്നു. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം യുക്തിക്ക് നിരക്കുന്നതും വളരെ പ്രസക്തവും ആയിരുന്നു കേട്ടോ. അത് തെറ്റിപ്പോയി എന്ന രായവണ്ണന്റെ വിലയിരുത്തൽ അതൊട്ടും ശരിയായില്ല. കഞ്ഞിയിൽ പാറ്റയിടാൻ മറ്റാരുണ്ടായിരുന്നു LDF അല്ലാതെ? കഴുത്തറുക്കാൻ മറ്റാരുണ്ടായിരുന്നു LDF അല്ലാതെ? കൊള്ളയടിക്കാൻ മറ്റാരുണ്ടായിരുന്നു LDF അല്ലാതെ? പിൻവാതിൽ നിയമനത്തിനും വികസന മുരടിപ്പിനും പട്ടിഷോയ്ക്കും മറ്റാരുണ്ടായിരുന്നു LDF അല്ലാതെ? ഇനിയും പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തെറ്റിപ്പോയെന്ന് ഇനി മേലിൽ പറയരുത് രായവണ്ണ. ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് ഇന്നിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഇന്നലകളുടെ തനിയാവർത്തനം കൊണ്ട് ഇന്നിന്റെ പഴയ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നിനും നാളേക്കും കുറെ നാളത്തേക്കുമായുള്ള പുതിയ പ്രശ്നങ്ങളെ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചല്ലോ. അതൊരു നേട്ടമല്ലേ? ഇന്നിനെ മനസ്സിലാക്കണം, ഇന്നിന് പറ്റുന്ന രൂപങ്ങൾ ആവിഷ്കരിക്കണം, ഇന്നിന് പറ്റുന്ന പാർട്ടിയായി മാറണം. അതായത് അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കണം, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കണം. ഇതിനെയൊക്കെ പറ്റിയാണ് താത്വികാചാര്യൻ രായവണ്ണൻ ഇരുന്ന് അരുൾ ചെയ്യുന്നത്. ഇന്നിനെ മനസ്സിലാക്കണം, ഇന്നിന് പറ്റുന്ന രൂപങ്ങൾ ആവിഷ്കരിക്കണം, ഇന്നിന് പറ്റുന്ന പാർട്ടിയായി മാറണം. നാളെ എന്നൊന്നും നമ്മുടെ ചിന്തയിൽ പോലും ഉണ്ടാകരുത്. അതായത് ഭാവിയെ പറ്റി ഒന്നും ചിന്തിക്കരുത്. ഇന്നത്തെ തീറ്റ, ഇന്നത്തെ കുടി, ഇന്നത്തെ ഉറക്കം, ഇന്നത്തെ നിലനിൽപ്പ്, ഇതിനെപ്പറ്റിയൊക്കെ മാത്രം ചിന്തിക്കണം. പക്ഷെ ഈ ഒരു രീതി കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും പിന്തുടർന്നു വന്നതാണല്ലോ രായവണ്ണ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരെയും കൂടോടെ ഇറക്കി വിടേണ്ടത് ഇന്നിന്റെ ആവശ്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് വേണ്ടത് ചെയ്തത്. പക്ഷെ കേരളം നോക്കുമ്പോൾ അതിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ വലതുപക്ഷത്തിന്റെ വല്ലാത്ത വോട്ടുകൾ വന്നിട്ടുണ്ട്. ഈ പോയിന്റാണ് തോൽക്കാനുള്ള പ്രധാന കാരണം. വലതുപക്ഷത്തിന് കൂടുതൽ വോട്ടുകൾ കിട്ടി. ഒരു 6 മാസം കൂടി കഴിഞ്ഞാണെങ്കിലും ഈ ഗവേഷണ ഫലം കണ്ടെത്തി പ്രസംഗിച്ചാൽ മതിയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് സമയമെടുത്ത് കണ്ടെത്തേണ്ട ഒരു കാരണമായിരുന്നല്ലോ അത്. അവര് ജയിച്ചതാണ് നമ്മൾ തോൽക്കാൻ കാരണം, അല്ലേ അണ്ണ? അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇത് സുജാത പറഞ്ഞതാണ്, എണ്ണം കുറവായിരുന്നു. അംഗൻവാടി ടീച്ചർമാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കുടുംബശ്രീക്കാർക്കും എല്ലാം കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതിന്റെ ഫലമായിട്ടാണ് സ്ത്രീകളുടെ പങ്കാളിത്തം കുറഞ്ഞതെന്ന് കൂടി റിവ്യൂ റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടില്ലേ അണ്ണ? എണ്ണം കുറഞ്ഞത് പാർട്ടി അഖിലേന്ത്യാ ക്യാമ്പിൽ ഇടപെട്ടിട്ടാണ് ഇത്ര എണ്ണെങ്കിലും ആയതെന്നും റിവ്യൂ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയാൽ പോലും ഒരു പരിപാടിക്കും സ്ത്രീകളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയതിന്റെ മൂല കാരണത്തെ പറ്റി കൂടി റിവ്യൂ റിപ്പോർട്ടിലൊന്ന് പരതാമായിരുന്നു. പരതാനൊക്കെ ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഈ അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് ഒരു ധാരണ ഉണ്ടാക്കുക. ഭാവിയോ? ആരുടെ ഭാവിയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞേ? പ്രസ്ഥാനത്തിന് ഇനിയും ഭാവിയുണ്ട് എന്ന് കരുതി നിവർന്നിരിക്കുന്ന അണ്ണന്റെ ഒരു നെഞ്ചുറപ്പുണ്ടല്ലോ. ഭയങ്കരം തന്നെ. കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ പോയിട്ട് അൺഡു ചെയ്യാൻ പറ്റില്ല. വീണ്ടും അങ്ങോട്ട് പോയിട്ട് അത് പറ്റില്ല. തിരിച്ചു ചെന്ന് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ അണ്ടു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന തിരിച്ചറിവിലൊക്കെ എത്തിയല്ലോ. വലിയ തിരിച്ചറിവിലൊക്കെ എത്തിയല്ലോ. വലിയ കാര്യം. വാരി വലിച്ചൊന്നും കൂടുതൽ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. കയ്യിലിരിപ്പ് നന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി വോട്ടുകൾ കിട്ടിയേനെ. ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഇത്രയും വലിയ ഗവേഷണങ്ങളുടെ ആവശ്യം വല്ലതും ഉണ്ടോ രായവണ്ണ? പിന്നെ കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രഹസനങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഈ വൈകിയ വേളയിലും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിക്കാനുള്ള മനസ്സുണ്ടായല്ലോ. ശബരിമലയുടെ പ്രശ്നം, അതിൽ നമ്മൾ നടപടിയെടുക്കും, അതിൽ ആ സന്ദർഭത്തിൽ തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നു. ശബരിമല പ്രശ്നത്തിൽ നടപടി എടുക്കേണ്ടതായിരുന്നെന്നോ? കൊള്ള നടത്തിയവരും കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരും കൊള്ള മറച്ചു വെച്ചവരും എല്ലാം ഒരേ പ്രസ്ഥാനത്തിൽ തന്നെ. അതിൽ ആർക്കെതിരെ എന്ത് നടപടി എടുക്കണമായിരുന്നു എന്ന അണ്ണം പറഞ്ഞത്? ഇത്രയൊക്കെ ഏതായാലും കുറ്റസമ്മതങ്ങൾ നടത്തി. അങ്ങനെ നടത്തിയ സ്ഥിതിക്ക് ശബരിമല കൊള്ള നമ്മൾ നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് വില കിട്ടിയേനെ. മൂർത്തമായ സാഹചര്യത്തിൽ പറ്റിപ്പോയ അമൂർത്തമായ ഒരു അബദ്ധം എന്നെങ്കിലും പറഞ്ഞ് ഒന്ന് പശ്ചാത്തപിക്കാമായിരുന്നു.
പക്ഷേ ഈ വികസനവും അതിന്റെ ഭാഗമായി മിക്കവാറും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊരു ചിന്ത ഞങ്ങൾക്കും നേതൃത്വത്തിനും ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ നല്ല രീതിയിൽ വികസിപ്പിച്ചായിരുന്നു. പ്രത്യേകിച്ച് അവസാന വർഷങ്ങളിൽ കൂടുതലായിട്ട് അക്കാര്യത്തിൽ വികസനം സാധ്യമാക്കി കേട്ടോ. ആ ലാസ്റ്റൊക്കെ ആയിട്ട് വന്നപ്പോൾ ജനങ്ങളുടെ മുഖത്ത് നോക്കി തെറി വിളിക്കുകയും ആട്ടി ഓടിക്കുകയും സെൽഫി എടുക്കാൻ ജനപ്രതിനിധികൾ ആരെങ്കിലും അടുത്ത് വന്നാൽ പുച്ഛിച്ച് പരിഹസിച്ച് ഓടിക്കുകയും വിരട്ടുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരെ വികസിപ്പിച്ചതാണ് ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ. എന്നിട്ടും തോറ്റത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ രായണ്ണ? അതിദാരിദ്ര്യത്തെ വികസിപ്പിച്ച് ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ച്, വരുമാനമില്ലായ്മയെ വികസിപ്പിച്ച് വിലക്കയറ്റത്തിൽ എത്തിച്ച്, തൊഴിലില്ലായ്മയെ വികസിപ്പിച്ച് ലഹരി മാഫിയയിലേക്ക് എത്തിച്ചു. കേന്ദ്രത്തിന്റെ പല പദ്ധതികളും അടിച്ചുമാറ്റി കേരളത്തിൻ്റെതാണെന്ന് വരുത്തി തീർക്കാൻ റീൽസുകളിലൂടെ ശ്രമിച്ചു. ഇതൊക്കെ ഫലപ്രദമാകുമെന്ന് അവർ വിചാരിച്ചു പോയല്ലേ അണ്ണ? ജനങ്ങളുടെ തലയിൽ ആൾതാമസം ഇല്ല എന്ന തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ചില മണ്ടൻ ധാരണകളിൽ നിങ്ങൾ എത്തിച്ചേർന്നത് എന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഈ സൗജന്യ യാത്ര 0 ടിക്കറ്റ് അടിക്കുന്ന സഹോദരിമാർക്ക് അപകടം പറ്റിയാൽ ഇൻഷുറൻസ് കിട്ടുമോ എന്ന് നിങ്ങൾ പരിശോധിക്കും. അല്ല, ഇതാര് ഇവിടെ ഉണ്ടായിരുന്നോ? അണ്ണനും ഇതുവരെ പറയാനുള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞില്ലല്ലേ? ഷോ ഇതുവരെ തീർന്നില്ലല്ലേ? ആ മൈക്ക് മുന്നിൽ കിട്ടിയ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. പണഞ്ഞോ? ഈ സൗജന്യ യാത്ര 0 ടിക്കറ്റ് അടിക്കുന്ന സഹോദരിമാർക്ക് അപകടം പറ്റിയാൽ ഇൻഷുറൻസ് കിട്ടുമോ എന്ന് നിങ്ങൾ പരിശോധിക്കും. ഓ പരിശോധിക്കാം. ഇപ്പൊ തന്നെ പരിശോധിക്കാം കേട്ടോ. ആ ബസ്സിലെ യാത്രക്കാരിയാണെന്ന് തെളിയിക്കാനല്ലേ ബുദ്ധിമാനെ 0 ടിക്കറ്റ് കൊടുക്കുന്നത്? അണ്ണൻ തൽക്കാലം ആ 5000 കാമുകിമാരുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക. അതിന് തന്നെ സമയം തികയത്തില്ല. സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി ഇത്രയധികം വേവലാതിയുള്ള ഒരേ ഒരു മലയാളി പുരുഷൻ. ആ നിലയിൽ അങ്ങയുടെ വാക്കുകളെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, മാനിക്കുന്നു. പോരെ? ടിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് ഇല്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കണം. മനുഷ്യർക്ക് അപരിചിതമായ ഏതോ ഒരു വലിയ സാങ്കേതിക വിദ്യയെപ്പറ്റി ആഴത്തിൽ സംസാരിക്കുന്നത് പോലെ ബുദ്ധിജീവി ചമഞ്ഞുള്ള ഇരിപ്പും പത്രാസും കണ്ടോ? അതൊന്നും വേണ്ട ഗണേശണ്ണ. പറയുന്നത് വിവരദോഷമാണ്. തൽക്കാലം അസഹിഷ്ണുതയ്ക്കും മൂലക്കുരുവിനും കൃമികടിക്കുമുള്ള കഷായങ്ങൾ വാങ്ങി സമാസമം ചേർത്ത് 4 നേരം സേവിക്ക്. അപ്പം നേരം കളയാണ്ട് അങ്ങോട്ട് ചെല്ലുക.